കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി ചെയർപേഴ്സണായ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തു. എന്തൊരു വിചിത്രമാണ്! 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1967 വരെ നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും എല്ലാം ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നീട് ആ സൈക്കിൾ മാറുന്നത് പല സംസ്ഥാന നിയമസഭകളും പിരിച്ചുവിട്ടു. പല സംസ്ഥാന നിയമസഭകളും അവിശ്വാസ പ്രമേയം സ്ഥാനലബ്ധരായി വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അതുകൊണ്ടാണ് അത് പോകുന്നത്. ശരിക്കും ഇത് പ്രായോഗിക തലത്തിലോ ഭരണഘടനാപരമായോ ഇത് നിലനിൽക്കുമോ? നമുക്ക് ഉദാഹരണം പറയാം. 2029 ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിനോടൊപ്പം എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെങ്കിൽ ഇപ്പോൾ 2028 വരെ കാലാവധി പൂർത്തിയാവുന്ന 25ഓളം നിയമസഭകൾ 1 വർഷം തൊട്ട് 4 വർഷം വരെ കാലാവധി പൂർത്തിയാക്കാനേ കഴിയുകയുള്ളൂ. അപ്പൊ അവയെല്ലാം പിരിച്ചുവിടേണ്ടി വരും. പിരിച്ചുവിട്ടിട്ടാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി 2029 പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു ലോകസഭയിലേക്കും നിയമസഭയിലേക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഏതെല്ലോ സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ കൂറുമാറ്റം കൊണ്ട്, പാർട്ടി പിളർന്നത് കൊണ്ട്, അവിശ്വാസ പ്രമേയം കൊണ്ട് മന്ത്രിസഭ രാജിവെക്കേണ്ടി വന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അവ്യക്തതയാണ്. അപ്പോൾ അവർ പറയുന്നത് ബാക്കിയുള്ള ശേഷിക്കുന്ന കാലത്തേക്ക് അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ 1 നേഷൻ 1 എലക്ഷൻ എന്ന കാര്യം പോകുന്നു. പിന്നെ അവിശ്വാസം മൂലം തെരഞ്ഞെടുപ്പ് സംസ്ഥാന മന്ത്രിസഭകൾക്ക് നിലനിൽപ്പില്ലാതാവുന്ന സ്ഥിതി വന്നാൽ സ്വാഭാവികമായി ഒരു ഭരണസ്തംഭനം ഉണ്ടായാൽ ആ നിയമസഭ പിരിച്ചുവിടേണ്ടി വരും. ആ നിയമസഭ പിരിച്ചുവിടുന്ന അവസരത്തിൽ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റിന് ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ ആ ശേഷിക്കുന്ന കാലം രാഷ്ട്രപതി ഭരണമായിരിക്കും. അപ്പൊ രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ ഗവർണർമാരിൽ കൂടി കേന്ദ്രം ഭരിക്കും. അപ്പൊ തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ ഭരണം ഏജന്റുമാരെ കൊണ്ട്, പ്രോക്സികളെ കൊണ്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് ഇതിന്റെ മുന്നിലുള്ളത്. അപ്പോൾ 1 നേഷൻ 1 എലക്ഷൻ എന്നത് അപ്രായോഗികമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 എലക്ഷൻ കഴിഞ്ഞു, ഒരു 10 നിയമസഭകളിൽ അല്ലെങ്കിൽ 5 നിയമസഭകളിൽ ഭൂരിപക്ഷമില്ലാതായി പാർട്ടി പിളർന്ന് കൂറുമാറ്റം കൊണ്ട് ഗവൺമെന്റ് പോയാൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ ഗവർണർ ഭരണം. ഗവർണർ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫെഡറലിസത്തെ ചോരയിൽ മൂക്കി കൊല്ലുന്നതിന് തുല്യമാണ്. ഭരണം കേന്ദ്രത്തിന്റെ ഏജൻസികളിലേക്ക് നിക്ഷിപ്തമാവും. വീണ്ടും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പോൾ നടക്കുന്നവര് ഇപ്പൊ 1 എലക്ഷൻ 1 നേഷൻ എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെ പോകും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് അമിത ചെലവ് കാരണമാണ് എന്ന് പറയുന്നു. അമിത ചെലവ്, തെരഞ്ഞെടുപ്പ് ചെലവ് നിയന്ത്രിക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ തന്നെ പറഞ്ഞിരുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവ് സംഖ്യ ഗവൺമെന്റ് വഹിക്കുക. അതിനുവേണ്ടി അവരിൽ നിന്ന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് ഇലക്ഷൻ ചെലവെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ആ പണം ഗവൺമെന്റിലേക്ക് കെട്ടിവെക്കുക. എന്നിട്ട് ഗവൺമെന്റിന്റെ സ്ഥിരമുള്ള മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കാവൂ. യു ക്യാൻ വെരി വെൽ റെസ്ട്രിക്ട്. അങ്ങനെ ചെലവ് ചുരുക്കാനുള്ള എളുപ്പമാർഗം അവിടെ ഉണ്ടായിരുന്നു. ആ മാർഗത്തിലേക്ക് ഇവർ ആലോചിക്കുന്നേ ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് 1 എലക്ഷൻ 1 നേഷൻ എന്ന ആശയം തന്നെ? ഇനി ഇതെല്ലാം ഒരു ഫെഡറൽ സംവിധാനത്തെ സംബന്ധിക്കുന്ന ഒരു സിസ്റ്റത്തിൽ സമഗ്രമായ ഭരണഘടനാ ഭേദഗതിയാണ് മുൻ രാഷ്ട്രപതി ചെയർപേഴ്സണായ കമ്മിറ്റി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ബൊമ്മൈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ഫെഡറലിസവും സെക്യുലറിസവും ബേസിക് സ്ട്രക്ചറാണ്, അതിൽ ഭേദഗതി വരുത്താൻ പറ്റില്ല. ഭേദഗതി വരുത്തിയാൽ അത് ഭരണഘടനാപരമായി നിലനിൽക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, നമ്മുടെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നിയമനം, ആ നിയമനം സംബന്ധിച്ച് പഴയ കോൺഗ്രസ് ഗവൺമെന്റ് UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണെങ്കിലും മോഡിയാണ് അത് നടപ്പിലാക്കിയത്. അന്ന് നിയമജ്ഞന്മാരെല്ലാം പറഞ്ഞിരുന്നു ഇത് ബേസിക് സ്ട്രക്ചറാണ്. കേന്ദ്രത്തിലെ BJP, കോൺഗ്രസ്, CPI, CPM എല്ലാ പ്രതിപക്ഷങ്ങളും ഐക്യകണ്ഠേന ആ ബില്ല് പാസാക്കി. 20ഓളം നിയമസഭകൾ അത് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ 99ാം ഭരണഘടനാ ഭേദഗതി
ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞെടുത്ത് ചാടി. ബിക്കോസ് അത് ബേസിക് സ്ട്രക്ചറാണ്. ഇപ്പൊ ബേസിക് സ്ട്രക്ചർ ഒരിക്കലും ബേസിക് സ്ട്രക്ചറിൽ പെട്ടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും, ഐകകണ്ഠിയാണെങ്കിൽ പോലും ഒരിക്കലും തന്നെ നിയമനിർമ്മാണം അസാധ്യമാണ്. ഇനി തേർഡ്, ബി ജെ പിക്ക് ഇപ്പോൾ ഭൂരിപക്ഷമുണ്ടോ? 2/3 ഭൂരിപക്ഷമുണ്ടോ ബി ജെ പിക്ക് ലോക്സഭയിൽ? ഇല്ല. രാജ്യസഭയിൽ ഇല്ല. പകുതിയിലധികം നിയമസഭകൾ ബി ജെ പി ഇല്ല. അപ്പം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല. ഇനി യാഥാർത്ഥ്യമായിട്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ ബി ജെ പി ഗവൺമെന്റ് സാധ്യമല്ല. അപ്പോൾ ഈ ഒരു ആശയം ഇപ്പോൾ വെറുതെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു വിഷയം മാത്രമായി ചർച്ച ചെയ്യുക എന്നല്ലാതെ ഭരണഘടനാപരമായി നിയമപരമായി ഇത് നിലനിൽക്കുന്നതല്ല. ഇത് യാഥാർത്ഥ്യമായി കൊണ്ടുവരാൻ സാധ്യമല്ല. ബി ജെ പി അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിഷയം പ്രധാനമായി അവരിലേക്കുള്ള കേന്ദ്രീകൃത ഈ ഫെഡറൽ സ്ട്രക്ചർ മാറണം. കാരണം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഈ ആശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, രാജ്യത്ത് ഒരേ ഒരു ഇലക്ഷൻ വേണം എന്നുള്ളത്. അവിടുന്ന് വന്നതാണ്. ഇത് നാഗ്പൂർ എന്നുള്ളൊരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ബി ജെ പിയുടെ ആശയം വെറുതെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആ ചർച്ച ചെയ്യല്ലാതെ ഇപ്പൊ 3ാം മോഡി ഗവൺമെന്റ് ദുർബലമായി. ഒരിക്കലും തന്നെ ഒരു രണ്ടാം മോഡി ഗവൺമെന്റിലെ 1ാം മോഡി ഗവൺമെന്റിന്റെ അതിശക്തമായ ഒരു നിയമമായിരുന്നു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. അത് ഐകകണ്ഠേനയാണ് പാസ്സാക്കിയത്. അത് 20ഓളം 14 നിയമസഭയിൽ മതി, പക്ഷെ 20ഓളം നിയമസഭകൾ അത് ശരിവെച്ചു. പക്ഷേ അത് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ 2 മാസം കൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എടുത്ത് ചാടി. അപ്പൊ അതിനേക്കാളും വളരെ ദുർബലമായ, അന്നത്തതിനേക്കാളും കൂടി ദുർബലമായപ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഇത് യാഥാർത്ഥ്യമാവില്ല എന്ന് മോഡിക്കറിയാം, ബി ജെ പിക്ക് അറിയാം, കേന്ദ്രത്തിൽ ഇവർ ഉപദേശിക്കുന്ന ആളുകൾക്കറിയാം. ഓൺലി എ പൊളിറ്റിക്കൽ സ്റ്റണ്ട്. സാധാരണക്കാരെന്നുള്ള ഒരു കാര്യം ഇലക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഇലക്ഷൻ വരുമ്പോഴാണ്, ഇലക്ഷൻ അടുക്കുന്നത് തോന്നുമ്പോഴാണ് എന്തെങ്കിലും ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ. ഈ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് പെട്രോളിന്റെ പൈസ, ഡീസലിന് പൈസ. പിന്നെ എന്തെങ്കിലുമൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിൽ എന്തൊക്കെ റോഡൊക്കെ ഇലക്ഷൻ വരുമ്പോൾ കുറെ പദ്ധതികൾ. ഇപ്പൊ 1 ആക്ഷൻ 1 ഇലക്ഷൻ ആകുമ്പോൾ ഈ ഒരു സംഭവം ഒറ്റത്തവണയെ നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ 2-3 ഇലക്ഷൻ? ശരിയാണ്. മാത്രമല്ല 1 നേഷൻ 1 ഇലക്ഷൻ ഇനി ഭരണഘടനാപരമായും യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ തന്നെ അത് ആന്റി പീപ്പിളായി മാറും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭരിക്കുന്ന ഗവൺമെന്റിനെ നിലക്ക് നിർത്താൻ, അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ജനങ്ങൾക്ക് കൂടെ അവസരം ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ ഓർഡിനറി വോട്ടർ ടു കറക്റ്റ് ആൻ എർറിംഗ് ഗവൺമെന്റ്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് തിരുത്താനുള്ള കൂടെ ലഭിക്കുന്ന ഒരു അവസരവും കൂടി സാധാരണ വോട്ടർമാർക്ക് നഷ്ടപ്പെടുത്തുക എന്നത് കൂടി. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് ഇവന്മാർ ആർക്കും പിടിച്ചാൽ കിട്ടൂല എന്ന രീതിയിൽ അത് യാഥാർത്ഥ്യമാവില്ല. യാഥാർത്ഥ്യമായാൽ തന്നെ അതിന്റെ ഒരു ജനവിരുദ്ധ മുഖം അതാണ്. ജനങ്ങൾ ഭയപ്പെടും. ഓരോ തെരഞ്ഞെടുപ്പ് 1 നേഷൻ 1 ഇലക്ഷൻ വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിന് ഗുണകരമാണ്. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പാർട്ടിയും നാഷണൽ ഇലക്ഷൻ ഒരുമിച്ച് വരുമ്പോൾ സീറ്റ് ഷെയറിംഗിൽ കുറെ സീറ്റുകൾ സ്റ്റേറ്റ് പാർട്ടിക്ക് കൊടുക്കാം, ബാക്കി സീറ്റുകൾ പണ്ട് DMKയും കോൺഗ്രസും തമിഴ്നാട്ടിൽ സീറ്റ് ഷെയർ ചെയ്തിരുന്നത് ഡൽഹിയിലേക്കുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കൊടുത്തു, സ്റ്റേറ്റിൽ കോൺഗ്രസ് സ്റ്റേറ്റ് പാർട്ടിക്ക് കൊടുത്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഗുണകരമാണ്. പക്ഷേ ജനങ്ങളുടെ ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല, ജനങ്ങളുടെ ഒരു ലാർജർ ഇൻട്രസ്റ്റിനെതിരാണ്. അത് പ്രായോഗികമായി നടപ്പിലാക്കുക എന്നത് അസാധ്യമാണ്. ഈ കോൺഗ്രസിന് നേട്ടമാണെങ്കിൽ പോലും അവരത് എതിർക്കുന്നു. കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നു. അവർക്ക് പൊളിറ്റിക്കലി അവർക്ക് അഡ്വാൻറ്റേജസ് ആണെങ്കിലും ബിക്കോസ് ലാർജർ നാഷണൽ ഇൻട്രസ്റ്റ്.